നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മുകളിൽ സ്വാധീനമുണ്ടോ, അതോ നിങ്ങളുടെ പേഴ്സണാണോ നിങ്ങളുടെ മുകളിൽ സ്വാധീനമുള്ളത്? അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കും. അതാണ് ഈ കാർഡ്സ്. 1, 2, 3 ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ചോദ്യം, നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നുണ്ടോ? അതിനനുസരിച്ചാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് കേട്ടോ. അപ്പോൾ ആർക്കാണ് സ്വാധീനം കൂടുതലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1, 2, 3 നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇത് ഓവറോൾ എനർജിയാണ്. നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഓറക്കിൾ മെസ്സേജ് തരാനേ. സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഓറക്കിൾ മെസ്സേജ്, ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ്. ഒരു കാർഡാണ് മറിഞ്ഞിട്ടുള്ളത് കേട്ടോ, വേറൊന്നും മറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കാർഡിൽ പറയുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്, റിവാർഡ്സ് ഫ്രം ശിവ. ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ ദോസ് ഇൻ ട്രബിൾ or facing hard time without anticipating anything from them in reward. അപ്പോൾ നിങ്ങളോട് സഹായം ആവശ്യപ്പെടുന്നവരെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണം എന്നാണ് പറയുന്നത്. അതൊരു കടം വീട്ടിലായിരിക്കാം. നമ്മളോട് മറ്റുള്ളവർ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അവർക്ക് തിരിച്ചൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് കടമായിട്ട് നമ്മളുടെ കൂടെ പോരും. അപ്പോൾ ആ കടങ്ങൾ വീട്ടുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്തിട്ടാണ്. കാരണം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വേറെ ആർക്കെങ്കിലും സഹായം ചെയ്ത് കടം വീട്ടണം. അപ്പോൾ ഇതൊരു കടം വീട്ടൽ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ്. പൈസ സമ്പാദിക്കുന്നത് മുഴുവൻ ആ പേഴ്സണിന് വേണ്ടിയിട്ടാണ്. അത് ഫാമിലിക്ക് വേണ്ടിയോ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുട്ടികൾക്കോ വേണ്ടിയോ ഒന്നും ചിലവാക്കാതെ അത് മുഴുവനും പിടിച്ചു വയ്ക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വരുമ്പോൾ. പണനഷ്ടമുള്ള ഒരാൾ, ഭയങ്കര പിശുക്കുള്ള ആൾ, അങ്ങനെയൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് കാണിക്കുന്ന. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലാരിഫിക്കേഷൻ നോക്കാം. പൂച്ചിക്കുട്ടികളെല്ലാം ഈ റൂമിലുണ്ട്, എല്ലാം ഉറങ്ങുകയാണ് അവന്മാര്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന പ്രതീക്ഷയിൽ ആണ് ഞാൻ റീഡിങ് എടുക്കുന്നത്. എല്ലാം ഒന്നും താഴെ പോയില്ല, ഭാഗ്യം മടിയിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്തിരുന്നത് നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഈ ഹോളിഡേ റൊമാൻസ്. പണ്ട് പറയില്ലായിരുന്നു, ഈ യാത്ര ചെയ്യുന്ന, പണ്ടെന്ന് വെച്ചാൽ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ നടന്ന് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ കടത്ത് കിടക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ നാൾ അവിടെ തന്നെ താമസിക്കേണ്ടി വരും. പിന്നെ കോണ്ടാക്ട് ചെയ്യാനൊരു വഴിയില്ല. അപ്പോൾ എന്ത് പറ്റും,
ഈ ആണുങ്ങളാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്, പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയാണ് പതിവ് ആ സമയത്തൊക്കെ. അപ്പോൾ പോകുന്ന ആണുങ്ങൾ അവരുടെ സൗകര്യാർത്ഥം അവിടെയും റിലേഷൻഷിപ്പ് വയ്ക്കും. ഈ ആനക്കാർ പൊതുവെ ഇങ്ങനെ പറഞ്ഞിരുന്നു, മനസ്സിലായോ? ലോറിയിൽ പോകുന്നവർ അവരെല്ലാം അവിടെ എല്ലാവർക്കും കുടുംബം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലത്തെയാണ് ഈ ഹോളിഡേ റൊമാൻസ് എന്ന്. അപ്പോൾ ചിലർ ആ റിലേഷൻഷിപ്പ് ജോലി കഴിഞ്ഞ് പോകുമ്പോഴും ഉണ്ടാവും റിലേഷൻഷിപ്പ് അവരുടെ. അതല്ലാത്തവർ ആ റിലേഷൻഷിപ്പ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ ഈ ഹോളിഡേ റൊമാൻസ് എന്ന് പറഞ്ഞാൽ പോകുന്നിടത്ത് എല്ലാം റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു എനർജിയാണ് ഈ ഹോളിഡേ റൊമാൻസ് എന്ന് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സ് അങ്ങനെയുള്ള ഒരു എനർജിയാണ്, ഭയങ്കര റൊമാൻറ്റിക് ആണ്. ചിലർ കണ്ടിട്ടില്ലേ, എല്ലാ സ്ത്രീകളോടും വളരെ സ്നേഹത്തോടെ തന്മയത്തോടെ പെരുമാറുന്ന ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അതുപോലെ പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാ ആണുങ്ങളോടും ഒരുപോലെ പെരുമാറുന്ന, അവരെല്ലാം സോപ്പിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ ഒരേ ലെവലിൽ നിർത്തുന്ന സ്ത്രീകളുണ്ട്, മനസ്സിലായി? അപ്പോൾ എല്ലാ ആണുങ്ങൾക്കും അവരെ ഇഷ്ടമായിരിക്കും. പക്ഷെ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അങ്ങനെ ആകണമെന്ന് അവർ വിചാരിക്കില്ല. പക്ഷെ മറ്റു സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണിത്. അതുപോലെ തന്നെ ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇവിടെ, ഒരു ക്ലാരിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല ഇവിടെ, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ധൂർത്തനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി പൈസ ചിലവാക്കാതെ നാട്ടുകാർക്ക് വേണ്ടി പൈസ ചിലവാക്കുന്ന ആളായിരിക്കാം. അതല്ലെങ്കിൽ ഈ പേഴ്സൺ നാട്ടുകാരുടെ ചിലവിൽ ജീവിക്കുന്ന, സ്വന്തം പൈസ ഒരു സ്ഥലത്തും ചിലവാക്കാത്ത, കുറച്ചൊരു ആളുകൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരാളാണ്. ശരിക്കും ഫേക്കായ ഒരാളാണത്. അപ്പോൾ എവിടെ ചെന്നാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സ്ഥായിയായിട്ടൊരു സ്വഭാവം ഇല്ലാത്ത, ആരോടും അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, അതാണ് പറയുന്നത്. അപ്പോൾ സംശയം, വൈരാഗ്യം, ദേഷ്യം, അസൂയ അതെല്ലാം ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതാണ് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പേജ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഭയങ്കര ഇമ്മച്ചുവേർഡ് ആയിട്ടാണ് കാണുന്നത്, കേട്ടോ. അതുപോലെ ഇതിനകത്തും ഈ പൈസയുടെ കാര്യം, ഈ പേഴ്സണ് കിട്ടിയേക്കുന്ന ഈ ഒരു കോയിൻ കിട്ടിയത് അത് വളരെ സൂക്ഷിച്ചു വയ്ക്കുക, ചിലവാക്കാതെ. അതെന്ത് ചെയ്യാൻ പറ്റും, വളരെ മനക്കോട്ടകൾ കെട്ടും അതുകൊണ്ട്. പക്ഷെ എന്നിട്ട് അതെടുത്ത് പൂട്ടി വയ്ക്കും, അത് യൂസ് ചെയ്യുകയില്ല. നമ്മളുടെ അടുത്തുള്ള പൈസ കിട്ടുന്നത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. പക്ഷെ നമ്മൾ ലാവിഷായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം നമ്മൾ മറ്റുള്ളവരുടെ പൈസയ്ക്കാണ് ജീവിക്കുന്നത്. ഈ പൈസ, നമ്മളുടെ അടുത്തുള്ള പൈസ നമ്മൾ മുറുക്കെ പിടിക്കാൻ ആർക്കും കൊടുക്കുന്നില്ല, കേട്ടോ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ എപ്പോഴും പഴയ കാലത്തെ പ്രൗഢിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പിശുക്കുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ളത് ഒന്നും ആർക്കും കൊടുക്കില്ല. അത് ഭാര്യയായാലും ഭർത്താവായാലും കുട്ടികളായാലും ഫാമിലിക്കോ റിലേഷൻഷിപ്സിന് ആർക്കും കൊടുക്കില്ല ഈ പേഴ്സൺ, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഈ പേഴ്സൺ പഴയ പ്രൗഢിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ണടച്ച് ഇരുട്ടാക്കും. പണ്ട് അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെയായിരുന്നു എന്ന് വളരെ പ്രൗഢിയായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. നിങ്ങളെപ്പോഴും ഈ പേഴ്സണോട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യാറ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ഇൻട്രസ്റ്റ് വയ്ക്കുന്ന ആളല്ല. ഈ പേഴ്സൺ നിങ്ങൾക്ക് അത്ര വലിയ ഹാപ്പിനെസ് തരുന്നില്ലെങ്കിലും ഈ പേഴ്സണായിട്ടൊരു റീകൺസൈൽ ചെയ്ത് പോകണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സൗമ്യതയോടെ പോകണം. അപ്പോൾ ഈ പേഴ്സൺ ചിലവാക്കിയില്ലെങ്കിലും നിങ്ങളുടെ പൈസ ഈ പേഴ്സണിന് വേണ്ടി ചിലവാക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൺ ശ്രദ്ധിക്കാറുണ്ട്, ഈ പേഴ്സൺ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഈ പേഴ്സണ് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആ പേഴ്സണായിട്ട് കൺവേ ചെയ്തിട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്ക്
ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് നിങ്ങൾ ഒരിക്കലും ആ പേഴ്സണോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പേഴ്സൻ്റെ പെരുമാറ്റമൊക്കെ നിങ്ങൾ വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ആ പേഴ്സൺ പെരുമാറുന്നത് അതിനെ അനലൈസ് ചെയ്യും നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ പേഴ്സണ് നിങ്ങൾ മാത്രമല്ല വേറെയും റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ്. ഇത് അക്വേറിയസ് മാത്രമാണ് ഇവിടെ സോഡിയാക് സൈൻ കാണുന്നത്. നിങ്ങളെ എങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത്? നിങ്ങളെങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത്? ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കര കണ്ണിങ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾ മറ്റുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആര് നിങ്ങളോട് ഈ പേഴ്സണെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ അതെല്ലാം അംഗീകരിക്കും, അതെല്ലാം കേൾക്കുകയും ചെയ്യും, അതെല്ലാം ശരിയാണെന്ന് വയ്ക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഒരു സത്യാന്വേഷിയാണ്. ഈ പേഴ്സൺ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അത് നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൻ്റെ പുറകെയോ നിങ്ങളുടെ ഒരു കണ്ണുണ്ട്. ആ പേഴ്സൺ എന്ത് ചെയ്യുന്നു, എവിടെ പോകണമെന്നെല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ കുറച്ച് കണ്ണിങ് ആയ ഒരു എനർജിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. നിങ്ങൾ പുറമേ കാണിക്കുന്ന സ്വഭാവമല്ല നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണോട് സ്നേഹമൊന്നുമില്ല, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ അല്ല, നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളെക്കുറിച്ച്, കേട്ടോ. അപ്പോൾ ഈ സിറ്റുവേഷൻ മാറണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ നിങ്ങളുടെ പൈസയിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടിമയായിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഈ പേഴ്സണ് പൈസ ചെലവാക്കാൻ അറിയില്ല, പൈസ സമ്പാദിക്കാനും അറിയില്ല, മനസ്സിലായോ? അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ ആ പേഴ്സണ് വേണ്ട പൈസ, ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ആ പേഴ്സണ് യാത്ര ചെയ്യേണ്ട പൈസ, ഇതെല്ലാം നിങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു വിധേയത്വം ഈ പേഴ്സണ് ഉണ്ടാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് ഈ പേഴ്സൺ പറഞ്ഞു. നിങ്ങൾ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് സ്നേഹം കൊണ്ടല്ല, ഈ പേഴ്സണെ നിങ്ങൾ ഒരു എന്താ പറയുക, അടിമയെ പോലെയാണ് കണക്കാക്കുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്, കേട്ടോ. ഒരു സത്യാന്വേഷിയാണ്. എപ്പോഴും ഈ പേഴ്സണിൻ്റെ മേലൊരു കണ്ണുണ്ട്. അതുപോലെ ഈ പേഴ്സൺ എന്ത് ചെയ്താലും നിങ്ങൾ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്, അതിനെ അനലൈസ് ചെയ്ത് അതിന് നിങ്ങളുടേതായ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ജെമിനായി ഉണ്ട് ഇവിടെ, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കാറുണ്ടോ? ഇതിൻ്റെ പോക്ക് കണ്ടിട്ട് നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഇല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. ഇത് ഹസ്ബൻഡ് വൈഫാണ്. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും. അത് കുറേ നാൾ കൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ, കുറേ നാൾ കൂടിയിട്ടാണ് ഈ ഹസ്ബൻഡും വൈഫും ഒരേ ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലേക്കാണ്. വൈഫ് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ ഹസ്ബൻഡ് ഈ സൈഡ്. നിങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയാൽ അടിയുണ്ടാക്കുന്ന രണ്ടുപേരാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും അഡ്വൈസ് വേണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ഈക്വൽ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണേക്കാളും ഒരു പടി കൂടുതൽ വിവരം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് ചോദിക്കും. പക്ഷേ അത് നിങ്ങൾ എടുക്കുന്നില്ല, മനസ്സിലായോ? നിങ്ങൾ അഡ്വൈസ് ചോദിച്ചിട്ട് ആ പേഴ്സൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ പേഴ്സണ് അഭിപ്രായത്തിന് വില കൊടുക്കുകയോ അതനുസരിച്ച് പെരുമാറുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ വേണ്ടി മാത്രം, ഈ പേഴ്സണെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ പേഴ്സണോട് അഭിപ്രായം ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. ചോദിക്കുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതിനൊരു വിലയും കൊടുക്കുന്നില്ല. വെറുതെ ഈ പേഴ്സണെ ഒന്നില്ലെങ്കിൽ കളിയാക്കാനോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ഈ പേഴ്സണെ ഇങ്ങനെയായിരിക്കാം നിങ്ങൾ അറിയിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാമോ, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിക്കുമ്പോൾ ആ പേഴ്സൺ അഭിപ്രായം പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ പേഴ്സൺ പറയുന്ന അഭിപ്രായം ചെവിക്കൊള്ളുന്നേ ഇല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങളുടെ മനസ്സ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വെറുതെ ഈ പേഴ്സണെ കളിയാക്കാൻ വേണ്ടിയിട്ട് പോലെ നിങ്ങൾ ഈ പേഴ്സണോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നത്. നിങ്ങളിൽ നിന്ന് പേഴ്സൺ അഡ്വൈസ് എടുക്കുന്നുണ്ടോ? ഇവിടെ സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്.
ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നേരായ വഴി അറിയില്ല. ഇത് കണ്ടോ, നിങ്ങൾ ഈ ഒരു കൺകെട്ടി നിൽക്കുന്ന ഒരു കാര്യം പോലെ നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടേതായ അഭിപ്രായങ്ങളല്ലാതെ, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾ വേറൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അഭിപ്രായം എടുക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. പേഴ്സണെ കളിയാക്കുന്ന പോലെ എടുക്കുക എന്നാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം എടുക്കുന്നേ ഇല്ല. കാരണം എന്തെങ്കിലും ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കളിയാക്കും. അത് പിന്നെ പേഴ്സണ് ആങ്സൈറ്റി ആവും. അതുപോലെ ഈ പേഴ്സണെ പിന്തിരിപ്പിക്കാൻ നോക്കും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊന്നും നന്നാവില്ല. ഇപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോഴത്തേക്ക് അതൊക്കെ നഷ്ടത്തിലേക്ക് പോകുള്ളൂ. നിങ്ങൾക്ക് ബിസിനസ് ഒന്നും ചെയ്യാൻ അറിയില്ല, വെറുതെ ഇതിനെ പൈസ. അപ്പം മനസ്സ് മടുപ്പിക്കും നിങ്ങൾ. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നില്ലെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അഭിപ്രായം എടുക്കാത്തതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒട്ടും ഹെൽപ്ഫുൾ അല്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ. നിങ്ങൾ ഒരു തരത്തിലും ഈ പേഴ്സണെ മുമ്പോട്ട് പോകാനായിട്ട് അനുവദിക്കില്ല. എപ്പോഴും നിങ്ങൾ എന്ത് ഈ പേഴ്സൺ ആഗ്രഹിച്ച് ചെയ്യാൻ പോയാലും നിങ്ങൾ അതിനെ പാര വയ്ക്കുന്നതാണ് ഈ പേഴ്സൺ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ ഈ പേഴ്സണ് കൊടുക്കുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്, പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയിൽ ഈ പേഴ്സൺ സ്റ്റക്കാണ്. അപ്പോൾ തേർഡ് പാർട്ടിയോടാണ് ഈ പേഴ്സൺ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ തമ്മിൽ സ്വാധീനമില്ല. രണ്ടുപേരെ സ്വാധീനിക്കുന്നില്ല. രണ്ടുപേരും ഒരു കോമ്പറ്റീഷനിലാണ്. മനസ്സിലായോ? പക്ഷേ ചെലവ് മുഴുവൻ നിങ്ങളാണ് കൊടുക്കുന്നത്. ഈ ചെലവ് പറ്റിയാണോ ഈ തേർഡ് പാർട്ടിയും ജീവിക്കുന്നത്? നിങ്ങളുടെ പൈസ കണ്ടാണോ ഈ തേർഡ് പാർട്ടി ജീവിക്കുന്നത്? അറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടാണ് നിങ്ങൾ കാര്യങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര റൂഡായിട്ടാണ്, വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് ഈ പേഴ്സണോട് സംസാരിക്കുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ മേലിലും സ്വാധീനമില്ല. രണ്ടുപേരുടെ അഭിപ്രായത്തിനും വില കൊടുക്കുന്നില്ല. അതാണ് ശരിക്കുള്ള കാര്യം. അപ്പോൾ പൈസീസ്, ടോറസ്, സ്കോർപിയോ, ഹസ്ബൻഡ് വൈഫാണ്. നോക്ക്, കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ആണ്. രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് മുഖം വെച്ച്, ഒരാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് നോക്കിയിട്ടിരിക്കുന്നത്. ജെമിനായി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, റൈറ്റ്. ഇതാണ് ആദ്യത്തെ റീഡിംഗ്. ഇനി നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാനിതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റീഡിങ്ങിൽ മാത്രമേ ഞാനിത് പറയാറുള്ളൂ. അപ്പോൾ മറ്റ് 2-3 റീഡിങ് കിട്ടണവർ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കും, വാട്സപ്പ് നമ്പർ എന്താണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. It is the right time to accept your mistake and put your efforts in correcting those mistakes instead of regretting it. നമ്മൾ തെറ്റുകൾ ചെയ്യും, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അത് കുറ്റബോധം, അയ്യോ ഞാൻ ചെയ്തു പോയല്ലോ, കുറ്റബോധം കൊണ്ടിരുന്നാൽ അതൊരു ഗുണവും ചെയ്യില്ല. ആ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് അതിനുള്ള റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി 9 of Pentacles ആണ്. 9 of Pentacles എന്ന് പറഞ്ഞാൽ
ഈ എനർജി വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ എനർജിയാണ്. ഒരു മെയിലായിരിക്കാം, ഫീമെയിൽ എനർജി, മനസ്സിലാവും. ഒരു ഫെമിനിറ്റി കൂടുതലുള്ള ഒരു മാസ്കുലിൻ എനർജിയും കൂടി ആവാം ഇത്. എന്തായാലും ഇവർ വളരെ നല്ലോണം പണിയെടുത്തിട്ടുള്ള, ആ പണിയെടുത്ത് കിട്ടിയ പൈസ അത് ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. ചിലപ്പോൾ ഇത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പാണ് പക്ഷേ മാരീഡ് അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. കാരണം ഇത് വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ എനർജി ആണെങ്കിൽ ഇവരൊരു സിംഗിളാണ്. ഇവർ ഈ എനർജി സിംഗിൾ എനർജിയാണ് കേട്ടോ. ഒരു ഹസ്ബൻഡോ വൈഫോ ഒന്നുമല്ല. ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, എന്നിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയതായിരിക്കാം ഈ പേഴ്സണായിട്ട്. എന്തായാലും മജീഷ്യൻ കാണിക്കുന്നുണ്ട്, ജെമിനായി സോഡിയാക് സൈൻ ആണത്. ഒരു കാർഡും കൂടെ വേണം. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് എന്ന് പറയുമ്പം മാനിപ്പുലേഷൻ, ഇത് രണ്ടും മാനിപ്പുലേറ്റീവ് എനർജിയാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ ശരിക്കും കൺകെട്ട് വിദ്യക്കാരാണ് മജീഷ്യൻസ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവരെ വിചാരിപ്പിക്കുന്ന ആളുകളാണ് മജീഷ്യൻസ് എന്ന് പറയുമ്പോൾ, കൺകെട്ട് വിദ്യക്കാർ. അപ്പം അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് വെച്ചാൽ നോളജ് ആണ് കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് വരുമ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് മാജിക്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണിത് കേട്ടോ. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടാക്കാൻ ബ്ലാക്ക് മാജിക് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ വരുതിക്ക് വരുത്താൻ വേണ്ടി ബ്ലാക്ക് മാജിക് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു സിറ്റുവേഷൻ, അങ്ങനെയും ആകാം. വെർഗോ, പൈസസ്, ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഈ പേഴ്സൺ സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങളിപ്പോൾ മാരീഡ് അല്ല, ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് പോലും ഇല്ലായിരിക്കാം, പക്ഷേ ഈ പേഴ്സണായിട്ട് കമ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടേം പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക്. എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ, അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കും, മനസ്സിലായോ? ആ പേഴ്സണെ മീറ്റ് ചെയ്യാൻ, ഈ പേഴ്സണോട് എപ്പോഴാണ് നമ്മൾക്ക് കൂടിച്ചേരാൻ കഴിയുക, എപ്പോഴാണ് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുക, എപ്പോഴാണ് നമ്മളുടെ വിവാഹം നടക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു സോൾമേറ്റ് കണക്ഷനാണ്, ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണിത്. നിങ്ങളുടെ ആളാണിത്, നിങ്ങളുടെ പുരുഷനോ നിങ്ങളുടെ സ്ത്രീയോ ആണ് ഇതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷനാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളാണോ ബ്ലാക്ക് മാജിക് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പേഴ്സണ് അറിയില്ല. എന്തായാലും ഇവിടെ ഈ പേഴ്സണാണ് നിങ്ങളുടെ ഹോപ്സ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ സ്വന്തമാക്കണം. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയ, നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയ ഒരാളാണ് ഈ പേഴ്സൺ എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ പേഴ്സൺ പോലും അറിയാതെ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊരു ബെസ്റ്റ് പേഴ്സൺ ആണ്, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ആരും വരാൻ പോകുന്നില്ല എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ നഷ്ടപ്പെടുക എന്നൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ അക്വേറിയസ്, ജെമിനായി, കാപ്രിക്കോൺ ഇത്രയാണ് കാണിക്കുന്നത്. ഇനി ഈ പേഴ്സൺ നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് നോക്കട്ടെ. പേഴ്സൺ നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളെ പെട്ടെന്ന് പാട്ടിലാക്കാൻ പറ്റുമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളിൽ ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ കാണുന്നുണ്ട് ഈ പേഴ്സൺ. അതുപോലെ തന്നെ നിങ്ങളെ വിവാഹം കഴിക്കാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലോങ് ടേം പ്ലാൻ, ഒരു ഹെയറോഫാൻഡിനെ കാണിക്കുന്നുണ്ട്. ഹെയറോഫാൻഡ് വിവാഹം ആണ് കാണിക്കുന്നത്, കൺസർവേറ്റീവ്, ഒരു ട്രഡീഷണൽ വേ. അപ്പോൾ നിങ്ങളിപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ
ഇതിപ്പോ ഈ പേഴ്സൺ നിങ്ങളെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതെന്നും ഈ പേഴ്സൺ അറിയാം. നിങ്ങളുടെ ഈ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണിൽ സ്റ്റക്കാണെന്നും നിങ്ങൾ ഈ പേഴ്സണിൽ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടെന്നും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ പേഴ്സൺ അറിയാം. ഈ പേഴ്സൺ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോറസ് ഉണ്ട്, പൈസസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ പേഴ്സണ് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, ഈ പേഴ്സൺ ആണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഇതിൽ സ്റ്റക്കാണെന്നും ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോകില്ല എന്നും ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ ഈ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ഓഫറും ഈ പേഴ്സണ് കൊടുക്കാൻ റെഡിയാണെന്നും നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ പേഴ്സൺ അറിയാം. മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഈ പേഴ്സൺ. ഇവിടെ സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഈ കാര്യം തുറന്ന് പറയാനുള്ള ധൈര്യമില്ല എന്നും ഈ പേഴ്സൺ അറിയാം. അപ്പം ഇങ്ങനെയാണ് നിങ്ങളെ ഈ പേഴ്സൺ നോക്കിക്കാണുന്നത് കേട്ടോ. ജെമിനായി, ലിയോ, ടോറസ്, പൈസിസ് സ്ട്രോങ് ആണ് ഇവിടെ. 2 പ്രാവശ്യം പൈസിസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കാറുണ്ടോ? നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കാറുണ്ടോ? ഡെവലാണ്. നോ, നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കാറില്ല. കാരണം മേ ബി ബിക്കോസ് നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിൽ ഡിപ്പെൻഡഡ് അല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കാത്തത്. അതുമല്ല, ഈ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യുമെന്നൊരു പേടി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ ആ പേഴ്സണ് മനസ്സിലാകും നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ്, നിങ്ങൾ ഒബ്സെസ്ഡ് ആണ് ഈ പേഴ്സണിൽ എന്ന കാര്യം ഈ പേഴ്സൺ അറിയാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കാത്തത്. അതുമല്ല, ഈ പേഴ്സൺ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള അട്രാക്ഷൻ മിസ്യൂസ് ചെയ്യുമെന്നൊരു പേടിയും കൂടെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സീക്രറ്റ്സ് ഒന്നും ഈ പേഴ്സണോട് പറയാറില്ല. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ ഉള്ളിലുള്ള ശരിക്കുമുള്ള സ്വഭാവം അറിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഒബ്സെഷൻ ഈ പേഴ്സൺ ഒരിക്കലും അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, പിള്ളേരും ഭാര്യയോ ഭർത്താവോ ആരാന്ന് വെച്ചാൽ അതൊക്കെയുള്ള ഒരു ഫേമസ് ആയ ഒരു പേഴ്സണാണിത്. അപ്പോൾ നിങ്ങളുടെ വില എന്തെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചാൽ, അഡ്വൈസ് എടുത്താൽ നിങ്ങളുടെ വില ഈ പേഴ്സണിൻ്റെ മുമ്പിൽ താഴ്ന്നു പോകും എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് അഡ്വൈസ് എടുക്കാത്തത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നിങ്ങൾ ഈ പേഴ്സണെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ പേഴ്സൺ മനസ്സ് മാറ്റിയാലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് അഡ്വൈസ് എടുക്കാത്തത്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നുണ്ടോ? ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഈ പേഴ്സൺ, അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ പേഴ്സണിൽ കൂടുതൽ ഒരു സ്വാധീനമുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ വളരെ നിങ്ങൾക്ക് സ്നേഹമാണെന്നെല്ലാം അറിയാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ വളരെ കോൺഫിഡൻ്റ് ആയ, അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണേക്കാളും ഉയർന്ന പദവിയിലുള്ള ആളായിരിക്കും, എഡ്യൂക്കേഷനിൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, സ്റ്റേറ്റസിൽ ഉയർന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നത് ഈ പേഴ്സൺ തെറ്റായിട്ട് കാണുന്നില്ല കേട്ടോ. സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നത്. ഈ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ ഒരു പേഴ്സണാണ്. അപ്പോൾ ഈ പേഴ്സൺ സ്ട്രെസ്സിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത് ആരോടെങ്കിലും തുറന്ന് പറയണം, അത് നിങ്ങളോടാണ് തുറന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ള ഒരാളാണിത്. ഇവിടെ പേജ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് സ്വേർഡ്സും റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നോക്കട്ടെ. ഹെർമിറ്റ്. പൊതുവെ ഈ പേഴ്സൺ മറ്റുള്ളവരോട് ഈ പേഴ്സണിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
നിങ്ങൾ ഈ പേഴ്സണെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ പേഴ്സൺ അറിയാം. ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് കൂടുതൽ ഇൻവോൾവ് ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഈ പേഴ്സണിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നതും. നിങ്ങൾ ഫിനാൻഷ്യലിയും ചിലപ്പോൾ ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. പൊതുവേ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം നിങ്ങൾ ഈ പേഴ്സണെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നുണ പറഞ്ഞാലും കാര്യങ്ങൾ മറച്ചു വെച്ചാലും നിങ്ങൾ അറിയും, അത് പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നതും നിങ്ങളുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുന്നതും. എന്ന് പറഞ്ഞിട്ട് 100% ഈ പേഴ്സൺ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ആ പേഴ്സണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നറിയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണിൽ സ്വാധീനമുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, അതുപോലെ വേറെ ആരും നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരിലും സ്വാധീനമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നുണ്ട് രണ്ടുപേരെയും, കേട്ടോ. അതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം. ഇത് സക്സസ്ഫുൾ ആകുമോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ തൽക്കാലത്തേക്ക് നിങ്ങൾ രണ്ടുപേരിലും ഡിപ്പെൻഡൻ്റ് ആണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലും, കേട്ടോ. വെർഗോ, സ്കോർപിയോ, സാജിറ്റേറിയസ്, Taurus, Capricorn, Pisces, Gemini, Leo, Taurus strong ആണ് ഇവിടെ, Capricorn strong ആണ്, Pisces strong ആണ്, Capricorn, Aquarius, Gemini ഉണ്ട്, പിന്നെ വെർഗോ, പൈസീസ്. ഇത്രയും കാർഡ്സ് ആണ്, സോഡിയാക് സൈൻസ് ആണ് ഈ റീഡിങ്ങിൽ കണ്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമ്മൾ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഭവാനെ, ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ മെസ്സേജ് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് നിങ്ങൾ ഈ ടൈംസ് വെച്ചിട്ടാണല്ലോ കാണുന്നത്. അപ്പം നിങ്ങൾ ആദ്യമാണ് ഞാനിതെല്ലാം മെസ്സേജസ് എല്ലാം ഇടുന്നത്, അത് നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ, ചിലർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്താണ് വാട്സാപ്പ് നമ്പർ എന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്കെല്ലാം ഓറക്കിൾ മെസ്സേജ് പോകാനേ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഇവിടെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ക്ലെൻസിങ്. അപ്പോൾ രുദ്രാക്ഷ beads are divine element of Lord Shiva. Use them for cleansing and detoxifying your body and spirit. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് ടോക്സിക് ആണെന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പ്, കേട്ടോ. അപ്പോൾ അതിനെ ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഹാർട്ട് ബ്രേക്ക് ആണ് കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും തമ്മിൽ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമോ?
മനസ്സിലായോ? ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കാണിത്. ഒരാൾ മറ്റേയാളെ ഹേർട്ട് ചെയ്യാണോ, അതോ രണ്ടുപേരും പക പോക്കുന്നത് പോലെ തമ്മിൽ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമോ? ഒരു വളരെ വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരാൾ കാരണം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അക്വാരിയസ്, ലിബ്ര, ജെമിനായി ആണിത്. അതുകൊണ്ടാണ് ടോക്സിക് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞത് ഓറക്കിൾ മെസ്സേജ്. അപ്പോൾ ടോക്സിക് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് തന്നെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചൂടെ? ഇത് ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് പെന്റക്കിൾസും ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിങ് ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ വളരെ ജനറസ് ആയ ഒരു എനർജിയാണ്. പൈസ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ചിലവാക്കണം എന്നറിയാവുന്ന, വളരെ സ്ട്രോങ് ആയ, വളരെ കാൽക്കുലേറ്റീവായി മൂവ് ചെയ്യുന്ന, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന, ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് പെന്റക്കിൾസ്. സമ്പാദിക്കുന്ന പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കാനും ബുദ്ധിമുട്ടില്ലാത്ത, മടിയില്ലാത്ത ഒരു എനർജിയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വളരെ എന്താ പറയുക, നാക്ക് വളരെ റൂഡായിട്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വരുമ്പോൾ. ഒരു ഭീരുവാണ്, സത്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്ന, കള്ളങ്ങൾ ഇഷ്ടംപോലെ പറയുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വരുമ്പോൾ. ഇവിടെ മേജർ പ്രശ്നമുണ്ട്, അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വേൾഡ്. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ വേൾഡ് ആയിരിക്കാം, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോകം ഈ പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നത്. കുറേ യാത്രകൾ ഇഷ്ടപ്പെടുന്ന, യാത്ര ചെയ്യുന്ന, ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന, ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലാതെയോ പോലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ക്ലാരിറ്റിയോടെ കൂടി സംസാരിക്കുന്ന ഒരു എനർജിയാണിത്. വളരെ കുറച്ച് സ്ട്രെസ്സ് ഉള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ പൈസ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആളാണ്. പിശുക്കാണെന്ന് പറയാം. പൈസ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഈ പേഴ്സൺ കേട്ടോ. ചിലപ്പോൾ പുതിയ പുതിയ സ്കിൽസിന് വേണ്ടിയിട്ട് കോച്ചിങ് എടുക്കുന്ന ഒരു എനർജിയും കൂടി ആവാം. എല്ലാത്തിനെക്കുറിച്ചും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആവാം. ഈ പേഴ്സണിന് ഫ്രണ്ട്സിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു എനർജി ആവാം. തേർഡ് പാർട്ടി കണക്ഷനും ആകാം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്. ഈ പേഴ്സൺ അങ്ങനെ പബ്ലിക് ഫിഗറായിട്ടിരിക്കുന്ന, പബ്ലിക്കിന് സീൻ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. സ്ട്രെസ്സ്, ആരെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. പക്ഷെ പുറത്ത് കാണിക്കില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്ന കൂട്ടത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ഈ പേഴ്സണ് സംശയമാണ്. കാരണം അവർ തമ്മിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. അതുപോലെ പേഴ്സണൽ കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് ഫാമിലിയോട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. ഇതൊക്കെയാണ് നിങ്ങൾ പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ സ്ട്രോങ് ആയിട്ട് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, വേൾഡ് കാർഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. കുറച്ച് കള്ളത്തരമുള്ള ഒരാളാണ്.
നിങ്ങൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സൺ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സീക്രട്ടായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ കുറച്ച് ഉഴപ്പാണ്, അതുപോലെ ലൈഫിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കരുതുന്നത്. അതുപോലെ എപ്പോഴും വഴക്കാളിയാണ്. ഫ്രണ്ട്സിനോടെല്ലാം നിങ്ങൾ വഴക്കിടും, ഭയങ്കര കോമ്പറ്റീറ്റീവാണ് നിങ്ങൾ എല്ലാവരോടും എന്നാണ്. എല്ലാ കാര്യങ്ങളും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലെ നിങ്ങൾ കാണുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഡെത്ത് റിവേഴ്സാണ്. ഒരു കാര്യവും നിങ്ങൾ ആസ് ലോങ് ആസ് നിങ്ങളെ ഹാപ്പി ആകുന്നത്രയും കാലം മറ്റുള്ളവർ ഹാപ്പി അല്ലെങ്കിലും നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം നിങ്ങൾ നിർത്തില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പിന്നെ പൈസയുടെ കാര്യത്തിലാണ് നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നത്. നിങ്ങൾ ആർക്കൊക്കെ കൊടുക്കുന്നു, എവിടെയൊക്കെ കൊടുക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുകയില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു 10 of Pentacles, അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങളൊരു 10 of Pentacles എവിടെയെങ്കിലും ഈ പേഴ്സണായിട്ട് ഹാപ്പി അല്ല. അപ്പം നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പ് തപ്പി ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇത് ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കില്ല, ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അതിന് വേണ്ട അന്വേഷണത്തിലാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതൊന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ആ ഒരു നിങ്ങളുടെ മെൻറ്റാലിറ്റി തന്നെ ശരിയല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ ഭയങ്കര സെൽഫിഷായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ എനർജി വെച്ചിട്ടാണ് ഇപ്പോഴും ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ അതേ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും വരുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇത് നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസസ് എടുക്കാറുണ്ടോ? നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാ ചോദ്യം ചോദിച്ചാലേ. അതെന്തിനാണ് ഇവിടെ ചോദിച്ചതെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അതെന്തിനാ ഇപ്പം ചോദിച്ചത്? അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കാറുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ അടുത്ത് അഡ്വൈസ് എടുക്കാൻ ഇഷ്ടമല്ല, ഓക്കെ. പക്ഷെ എന്നാലും ഗതികേട് കൊണ്ടാണ് നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നുണ്ട്, പക്ഷെ അത് ഗതികേട് കൊണ്ടാണ്. പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്ന് പോകണം, എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് സിംഗിൾ എനർജി ആയിട്ട് ഇരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ പേഴ്സൺ നല്ല വിവരമുള്ള ആളായതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സൺ, സ്ത്രീ ആയാലും പുരുഷനായാലും, നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ്, നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള, ഈ പേഴ്സൺ അറിയാതെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്ര റിവേഴ്സ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. ഞാനത് എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്, എടുക്കുമ്പോൾ റിവേഴ്സാണ് വരുന്നത്. മനസ്സിലായി? നിങ്ങളുടെ സ്വന്തം ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നത്, നിങ്ങളുടെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഡ്വൈസ് എടുക്കുന്നത് ഈ പേഴ്സണിൽ നിന്ന്. കുറേ സീക്രറ്റ്സ് നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സീക്രറ്റ്സ് എന്തെങ്കിലും ഈ പേഴ്സൺ അറിയുമോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും ഈ പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എടുക്കാതിരിക്കാൻ. പക്ഷേ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഈ പേഴ്സണിൻ്റെ അഡ്വൈസ് എടുക്കേണ്ടി വരാറുണ്ട്. ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, ഈ പേഴ്സണിൽ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കാറുണ്ടോ? പേഴ്സൺ നിങ്ങളിൽ നിന്ന് അഡ്വൈസ് എടുക്കാം. ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ആയിട്ടാണ്. അപ്പോൾ പേഴ്സൺ നിങ്ങളോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളിൽ. മനസ്സിലായോ? നിങ്ങൾ ഓവർ അംബീഷ്യസ് ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഇതിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. ഇതല്ല, ഇതിലും ബെറ്റർ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് മരീചികയുടെ പുറകെ ഓടുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ കാണുന്നത്. പക്ഷെ നിങ്ങളെ ഈ പേഴ്സൺ വിട്ട് കളയാൻ വഴിയില്ല. കാരണം ഈ പേഴ്സൺ അത്ര നിങ്ങളെ പോലെ ഷാലോ ആയിട്ടുള്ള ഒരു എനർജി അല്ല ഈ പേഴ്സൺ, വളരെ സ്ട്രോങ് ആയ എനർജിയാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ പേഴ്സൺ ഉപേക്ഷിക്കില്ല.
പക്ഷേ ഈ റിലേഷൻഷിപ്പ് എത്ര നാൾ പോകുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിട്ട് ഇത് വേണ്ടാന്ന് വയ്ക്കും ചിലപ്പോൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. എന്നാലും നിങ്ങളോട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഇവിടെ അഡ്വൈസ് എടുക്കുകയല്ല ചെയ്യുന്നത്. കാര്യങ്ങൾ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളോട് വന്ന് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പേഴ്സൺ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഒട്ടും കണ്ണിങ് അല്ലാതെ വളരെ ഇതായിട്ട് ഇപ്പോൾ പേഴ്സണ് നിങ്ങൾ വളരെ തന്മയത്തോടെ ഇത് പല കാര്യങ്ങളും പേഴ്സണിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ എല്ലാ കാര്യവും അറിയുന്നുണ്ട്. ഈ പേഴ്സണ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ കാര്യത്തിൽ. കുറേ റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പോണത്രയും പോട്ടെ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഹാപ്പിയാണ്. മനസ്സിലായി? വളരെ പ്രാക്ടിക്കലായ ഒരു എനർജിയാണിത്. നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അതാണ് ഇവിടുത്തെ റീഡിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഈ പേഴ്സണ് സ്വാധീനിക്കാം. പക്ഷേ അല്ല, ഈ പേഴ്സണ് നിങ്ങളുടെ മേളിൽ സ്വാധീനം ചെലുത്താം. പക്ഷേ ഈ പേഴ്സൺ അത് ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ മേളിൽ സ്വാധീനമില്ല. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഈ പേഴ്സണിൻ്റെ മേളിൽ നിങ്ങൾക്കൊരു സ്വാധീനവുമില്ല. ഈ പേഴ്സൺ അനുവദിച്ചു തരുന്ന അത്രയും സ്വാധീനമേ ഈ പേഴ്സണിൻ്റെ മേളിൽ നിങ്ങൾക്കുള്ളൂ. ഈ പേഴ്സൺ ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണിൽ ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ജെമിനായി, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ക്യാൻസർ, സാജിറ്റേറിയസ്, ലിയോ, Pisces, Scorpio, Leo, കൂർക്കം വലിക്കുന്ന കേട്ടോ പൂച്ച. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂ ഇയർ വരുന്നുണ്ട്. നാളെ 31 ആണ്. അപ്പോൾ നാളെ റീഡിംഗ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ഈ നിമിഷം വരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. ന്യൂ ഇയർ സമയമാണ്, ആഘോഷിക്കേണ്ട സമയമാണ്. പക്ഷെ എന്നാലും ഒരു സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.